നമസ്കാരം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ചിങ്ങമാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മലയാള പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിൽ സൂര്യൻ തന്റെ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ പുണ്യവേളയിൽ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും കാത്തിരിക്കുന്ന അനുഭവങ്ങളും ഫലങ്ങളും എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ മാസം ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ തേടിയെത്തും. ബിസിനസ്സിൽ അനുകൂലമായ മാറ്റങ്ങൾ കാണാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും മുൻകോപവും അനാവശ്യ വാശിയും നിയന്ത്രിക്കേണ്ടതുണ്ട്. ചെലവുകൾ കൃത്യമായി പ്ലാൻ ചെയ്യുക. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് കാര്യവിജയം നൽകും. ഇടവക്കൂറ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി ചേർന്ന ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നിറഞ്ഞ മാസമാണിത്. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ. ധനലാഭം ഉണ്ടാകുമെങ്കിലും വീട് മോടി പിടിപ്പിക്കൽ, ബന്ധുക്കളുടെ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ചിലവുകൾ ഉയർന്നേക്കാം. പങ്കാളിയുമായി തുറന്ന ചർച്ചകൾ നടത്തുന്നത് കുടുംബ സമാധാനത്തിന് നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണയോ തുളസിമാലയോ സമർപ്പിക്കുന്നത് ഗുണം ചെയ്യും. മിഥുനക്കൂറ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം ചേർന്ന മിഥുനക്കൂറുകാർക്ക് കാര്യവിജയവും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാകുന്ന മാസമാണ്. തടസ്സപ്പെട്ട് കിടന്ന പല സംരംഭങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. പരീക്ഷകളിലും മത്സരങ്ങളിലും ഉന്നത വിജയം നേടാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ വഴി ബിസിനസ്സിലും കരിയറിലും വലിയ വളർച്ചയുണ്ടാകും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. കർക്കിടകക്കൂറ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ മികച്ച പുരോഗതി അനുഭവപ്പെടും. എന്നാൽ സംസാരത്തിൽ നല്ല നിയന്ത്രണം ആവശ്യമാണ്. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. തൊഴിലിടങ്ങളിൽ അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തണം. ശിവക്ഷേത്ര ദർശനവും ധാരയും വഴിപാടായി കഴിക്കുന്നത് മാനസിക സമാധാനത്തിന് വഴി തുറക്കും. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ലഗ്നാധിപനായ സൂര്യന്റെ സ്വന്തം രാശിയിലെ സാന്നിധ്യം പ്രതാപവും അംഗീകാരവും നൽകും. നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടും. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ ലാഭകരമായി മാറും. എങ്കിലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കണം. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകുക. ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും. കന്നിക്കൂറ്. ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ചേർന്ന കന്നിക്കൂറുകാർക്ക് അപ്രതീക്ഷിത ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. ദൂരയാത്രകൾ ആവശ്യമായി വരും. വിദേശത്ത് ജോലിക്കോ പഠനത്തിനോ ശ്രമിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കും. പണമിടപാടുകളിൽ ജാഗ്രത പുലർത്തുക. ആരോഗ്യ പ്രശ്നങ്ങൾ നിസ്സാരമായി കാണരുത്. ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. തുലാക്കൂറ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ചേർന്ന തുലാക്കൂറുകാർക്ക് ഭാഗ്യാനുഭവങ്ങളും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്ന മാസമാണിത്. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ വന്നുചേരും. പുതിയ ബിസിനസ് ആശയങ്ങൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷാന്തരീക്ഷം ഉണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ഭഗവതി ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് കൊളുത്തുന്നത് ഉത്തമമാണ്. വൃശ്ചികക്കൂറ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിയും പുതിയ ഉത്തരവാദിത്തങ്ങളും തേടിയെത്തും. മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റും. പുതിയ ജോലി തേടുന്നവർക്ക് മികച്ച ഓഫറുകൾ ലഭിക്കും. സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കും. എങ്കിലും ജോലിഭാരം കാരണം ക്ഷീണം അനുഭവപ്പെടാം. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം ചേർന്ന് ധനുക്കൂറുകാർക്ക് ഭാഗ്യവും ദൈവാനുഗ്രഹവും കൂടെയുള്ള മാസമാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വേഗത്തിൽ പൂർത്തിയാകും.
ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തീർത്ഥാടന യാത്രകൾക്ക് അവസരമുണ്ടാകും. പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കും. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും ഭാഗവത പാരായണവും വലിയ ഗുണം ചെയ്യും. മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ചേർന്ന് മകരക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളോ കാലതാമസമോ നേരിടേണ്ടി വന്നേക്കാം. ആരോഗ്യം, യാത്രകൾ എന്നിവയിൽ അതീവ ജാഗ്രത വേണം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോഴും കടം വാങ്ങുമ്പോഴും ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ശാസ്താവിന് എള്ളുതിരി സമർപ്പിക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ചേർന്ന കുംഭക്കൂറുകാർക്ക് കൂട്ടുകച്ചവടത്തിലും പങ്കാളിത്ത ബിസിനസ്സുകളിലും മികച്ച ലാഭം പ്രതീക്ഷിക്കാം. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് വഴിമാറും. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജനപിന്തുണ വർദ്ധിക്കും. പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തുക. ശിവക്ഷേത്രത്തിൽ കൂവളമാല അർപ്പിക്കുന്നത് നല്ലതാണ്. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ചേർന്ന മീനക്കൂറുകാർക്ക് ശത്രുദോഷങ്ങൾ അകലുകയും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കും. തൊഴിൽ അന്വേഷകർക്ക് സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വായ്പകൾ എളുപ്പത്തിൽ ലഭിക്കും. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ വരാതെ ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് ശ്രേയസ് നൽകും. ചിങ്ങമാസത്തിൽ പൊതുവെ സൂര്യന്റെ സ്വാധീനം കൂടുതലായതിനാൽ എല്ലാ രാശിക്കാരും നിത്യവും സൂര്യ നമസ്കാരം ശീലിക്കുന്നതും അതിരാവിലെ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതും ആത്മധൈര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കും. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നതും ക്ഷേത്ര ദർശനം പതിവാക്കുന്നതും സകല ദോഷങ്ങളെയും അകറ്റും. എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ചിങ്ങമാസവും ശുഭകരമായ ഒരു മലയാള പുതുവർഷവും ആശംസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.